പാക്കേജിങ്. എന്താ പാക്കേജിങ്? ഒരു പ്രോഡക്റ്റ് പാക്കേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്ന ഒരു ടേമാണ്. എന്തെങ്കിലും റാപ്പ് ചെയ്യുക, ഒരു കണ്ടെയ്നറിനകത്താക്കുക, ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും രീതിയിൽ എൻക്ലോസ് ചെയ്ത് സീൽ ചെയ്ത് വെക്കുന്നതിനെയാണ് പാക്കേജിങ് എന്ന് പറയുന്നത്. പാക്കേജിങ് is the process of putting the goods in the package for the purpose of easy marketing. എന്തിനാ പാക്കേജിങ് ചെയ്യുന്നത്? അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റിനെ നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് വെക്കുക. പാക്കേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുത്തുവിടുമ്പോൾ നല്ല രീതിയിൽ പാക്ക് ചെയ്യണം എന്ന് പറയില്ലേ? ഇപ്പം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സ്പോയിലേജ് ഉണ്ടാവാതെ, ബ്രേക്കേജ് ഉണ്ടാവാതെ, ലീക്കേജ് ഉണ്ടാവാതെ പ്രോഡക്റ്റിനെ ഏറ്റവും സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് പാക്കേജിങ്. സോ ഫിലിപ്പ് കോട്ട്ലർ പാക്കേജിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. പാക്കേജിങ് ഇൻക്ലൂഡ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിസൈനിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ദ കണ്ടെയ്നർ ഫോർ എ പ്രോഡക്റ്റ്. ഗുഡ് പാക്കേജിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമാണെന്നുള്ളതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. Many marketers call packaging a fifth P along with 4 Ps. Product, price, place, promotions പോലെ 4 Ps ഉണ്ടെന്ന് നമുക്കറിയാലോ. ഇതുപോലെ അഞ്ചാമത്തെ P ആണ് പാക്കേജിംഗ്. അത്ര ഇമ്പോർട്ടൻസ് പാക്കേജിങ്ങിന് ഉണ്ടെന്നുള്ളതാണ് പല മാർക്കറ്റേഴ്സും പറയുന്നത്. പാക്കേജിംഗ് ശരിക്കും ഒരു സൈലന്റ് സെയിൽസ്മാനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് പാക്കേജിങ്ങിന്റെ ലെവൽസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്രൈമറി പാക്കേജിംഗ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോഡക്ട്സ് ഇമ്മീഡിയറ്റ് കണ്ടെയ്നർ. ഏറ്റവും പെട്ടെന്ന് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാധനത്തിനകത്തോട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന ഒരു പ്രോഡക്റ്റിനെ, അതിനെയാണ് ഇമ്മീഡിയറ്റ് കണ്ടെയ്നറിനെയാണ് പ്രൈമറി പാക്കേജിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് പാക്കറ്റ് ഫോർ സോക്സ്, ഷർട്ട്സ്, ഇതൊക്കെ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിനകത്ത് കയറ്റി വെക്കത്തില്ലേ? ഒരു ഷർട്ടൊക്കെ ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറിനകത്തല്ലേ കയറ്റി വെക്കുന്നത്? സോ ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി പാക്കേജിംഗ്. ഇൻ സം ടൈംസ് ഇറ്റ് ഈസ് കെപ്റ്റ് ത്രൂ ഔട്ട് ദ എൻ്റയർ ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ്. ചില സമയത്ത് ചില ആൾക്കാർ എപ്പോഴും ആ പ്ലാസ്റ്റിക് കവറിനകത്ത് അത് സേഫ് ആയിട്ട് എടുത്ത് വെക്കും. അപ്പം നമുക്കിപ്പം ഹോർലിക്സിന്റെ ബോട്ടിലൊക്കെ അതിന്റെ കവറിൽ അതിനകത്തൊരു കവറുണ്ട്, ആ കവറോടെ തന്നെ നമ്മൾ വെക്കാറുണ്ട്. മാച്ച് ബോക്സ് നമ്മൾ അങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത്. അങ്ങനെ പല പ്രോഡക്ട്സും പ്രൈമറി പാക്കേജിങ്ങിന്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ സെക്കൻഡറി പാക്കേജ്. സെക്കൻഡറി പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ലെയർ ഓഫ് പ്രൊഡക്ഷൻ ഗിവൺ ടു ദ പ്രൊഡക്ട്സ് ഇമ്മീഡിയറ്റ് കണ്ടെയ്നർ. ഇമ്മീഡിയറ്റ് കണ്ടെയ്നറിന് ശേഷം നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ലെയറും കൂടെ കൊടുക്കുന്നതിനെയാണ് സെക്കൻഡറി പാക്കേജ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് നമ്മൾ എഗെയിൻ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ സേഫ് ആയിട്ട് വെക്കും. അങ്ങനെ നെക്സ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജ്. ദ ഫർദർ പാക്കേജിംഗ് ഓഫ് പ്രൊഡക്ട്സ് നെസസറി ഫോർ സ്റ്റോറേജ് ഓർ ട്രാൻസ്പോർട്ടേഷൻ. ഒരു പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനോ അല്ലെങ്കിൽ അത് മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, കൊക്ക മാനുഫാക്ചർ മേ സെൻഡ് ദ ബോട്ടിൽസ്. കൊക്കക്കോള മാനുഫാക്ചർ ചെയ്യുന്ന ബോട്ടിൽസ് റീറ്റെയിലേഴ്സിന്റെ പ്ലാസ്റ്റിക് കവറിലാക്കി 20-50 ബോട്ടിലൊക്കെ ഒരുമിച്ച് വേറെ കവറിലാക്കി, അത് കാരണം അത് അങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതിനാണ് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ പ്രൈമറി പാക്കേജിംഗ്, സെക്കൻഡറി പാക്കേജിംഗ്, ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിംഗ് എന്ന് മനസ്സിലായില്ലേ? ഇനി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്? ഒന്ന്, റൈസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എപ്പോഴും നല്ല രീതിയിൽ പാക്ക് ചെയ്ത പ്രോഡക്ട്സ് വാങ്ങിക്കാനും അഡൾട്രേഷൻ കുറച്ച് മിനിമം ചാൻസ് ഓഫ് അഡൾട്രേഷനിൽ നല്ല വൃത്തിയുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കും. സോ എപ്പോഴും ആൾക്കാർ ഹെൽത്ത് വൈസ് ഒക്കെ നോക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്ത പ്രോഡക്ട്സേ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ സെൽഫ് സർവീസ് ഔട്ട്ലെറ്റ്സ്. സെൽഫ് സർവീസ് ഔട്ട്ലെറ്റ്സ് ആർ നൗ മച്ച് പോപ്പുലർ ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ്. So the traditional role assigned to a personal selling is now replaced by packaging. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഓരോ ഔട്ട്ലെറ്റിൽ പ്രോഡക്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ സ്വന്തമായിട്ട് ചെന്ന് തന്നെ ആ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം, അങ്ങനത്തെ ഒരു കൾച്ചർ ഇന്നത്തെ സിറ്റിയിലും ടൗണിലും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പണ്ടത്തെ കാലത്തേക്കാളും വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാക്കേജിംഗ് കൊണ്ട് തന്നെ ഒരുപാട് സെയിൽസ് നടക്കും. ദെൻ ഇന്നോവേഷൻ ഓർ ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് ഓഫ് സം റീസെന്റ് ഡെവലപ്മെന്റ്സ് in area of packaging, scope for making of goods has increased. For example, milk can be sorted for 4-5 days without refrigeration in recently developed packaging materials. അതായത് പാക്കേജിങ്ങിൽ തന്നെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായ സ്ഥിതിക്ക് ഒരുപാട് ഇന്നോവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പാല് വരെ 4-5 ദിവസം നമുക്ക്
പുറത്ത് നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ പാൽ എപ്പോഴും അറിയാലോ, ഫ്രിഡ്ജിലൊക്കെ വെച്ച് അങ്ങനെ സൂക്ഷിക്കണം. അങ്ങനെ പോലും നോക്കാതെ 4-5 ദിവസമൊക്കെ മുന്നോട്ട് പോകാനുള്ള രീതിയിലുള്ള കവറുകളൊക്കെ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, പാക്ക് ചെയ്ത് വെക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. കളർ, സൈസ്, മെറ്റീരിയൽ, പാക്കേജ് മേക്സ് റിയൽ ഡിഫറൻസസ്, പെർസെപ്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. എപ്പോഴും നല്ല രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മിൽമയുടെ കവർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, സോ ദാറ്റ് ഈസ് ദ കവർ ഓഫ് മിൽമ എന്നുള്ളത്, ആ കളറും വൈറ്റ് ആൻഡ് ബ്ലൂ, ആ തീമൊക്കെ. സോ അതാണ് ഓരോ പ്രൊഡക്റ്റിന്റെയും കളറും മെറ്റീരിയലും സൈസും ഒക്കെ നോക്കിയിട്ട് തന്നെ ആളുകൾക്ക് ആ പ്രൊഡക്റ്റിനോടുള്ള ഒരു പെർസെപ്ഷൻ മാറുകയും അതിന്റെ ക്വാളിറ്റി അസൈൻ ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യും. സോ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടാവുന്നത് പാക്കേജിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്. ഇനി എന്തൊക്കെയാണ് പാക്കേജിങ്ങിന്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്രൊഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ. പാക്കേജിംഗ് എപ്പോഴും കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, കോൾഗേറ്റ് പോലുള്ള ഒരു ടൂത്ത് പേസ്റ്റ് നമുക്ക് റെഡ് കളർ ആണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഈസിലി പാക്കേജ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടാണ് പ്രൊഡക്റ്റ് പ്രൊട്ടക്ഷൻ. പാക്കേജസ് എപ്പോഴും നല്ല രീതിയിൽ പാക്ക് ചെയ്യുന്നെങ്കിൽ മാത്രമേ ബ്രേക്കേജും ലീക്കേജും ടെമ്പറേച്ചറും എവാപറേഷനും വിൽഫ്രീജും ഒക്കെ ഉണ്ടാവാതെ, ഒരു ബേസിക് ഫംഗ്ഷൻ എന്താണ് പാക്കേജിങ്ങിന്റെ, ഇതൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുക. സോ അത്തരത്തിൽ പ്രോഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള പാക്കേജിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് അട്രാക്റ്റീവ്നെസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജസ് എപ്പോഴും കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യും. ഇത്തരത്തിലുള്ള പാക്കേജിങ് എപ്പോഴും എന്താണ്, ഒരു പ്രൊമോഷണൽ ടൂൾ ആയിട്ട് കാണുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. പാക്കേജിങ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും, ഒരു പ്രൊഡക്റ്റിനെ മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇപ്പോൾ കോമ്പറ്റീറ്റീവ് പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പ്രൊഡക്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് എനിക്ക് വേണ്ടത്, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. നെക്സ്റ്റ് വൺ ഈസ് കൺവീനിയൻസ്. പാക്കേജിംഗ് പ്രൊവൈഡ് കൺവീനിയൻസ് ഇൻ ഹാൻഡ്ലിംഗ്, മൂവിങ് ആൻഡ് സ്റ്റോറിങ് ദ പ്രോഡക്ട്സ്. നല്ല രീതിയിൽ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊക്കെ നമുക്ക് എന്താ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത്. ദെൻ പ്രിവെന്റ് അഡൾട്രേഷൻ. പാക്കേജിംഗ് എപ്പോഴും അഡൾട്രേഷൻ ഓഫ് ഗുഡ്സ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്, മായം ചേർക്കലൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് ആണ് ലേബലിംഗ്. അപ്പൊ നമ്മൾ പാക്കേജിംഗ് നോക്കി, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളുമാണ് നോക്കി വരുന്നത്. ഇതിൽ പാക്കേജിംഗ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ലേബലിംഗ് ആണ് പറയുന്നത്. എന്താ ലേബലിംഗ്? ടേം ലേബലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പാക്കേജിന് മുകളിലായിട്ട് ഒരു ലേബൽ ഒട്ടിക്കുന്ന, പുട്ടിങ് എ ലേബൽ ഓൺ ദ പാക്കേജ് ഓർ ദ പ്രോഡക്റ്റ്, അതിനെയാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ടാഗ് ആണ്, ഡയറക്ട്ലി ആ പ്രൊഡക്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ഒരു ടാഗിനെയാണ് ലേബലിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is a tool used by the manufacturer to communicate the brand. ഏത് ബ്രാൻഡാണ്, അത് ഏത് ഗ്രേഡിലുള്ളതാണ്, ഇതിൽ ഏതൊക്കെ കണ്ടന്റുകളുണ്ട്, ഇതിന്റെ വില എത്രയാണ്. അപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുത്താൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കത്തില്ലേ, ആ കാണുന്ന ആ ഒരു സ്ലിപ്പാണ് ലേബൽ എന്ന് പറയുന്നത്. അത് ഒട്ടിക്കുന്നതിനാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ലേബൽ നോക്കിയിട്ടാണ്. ശരിക്കും ഇത് ഷോപ്പിങ്ങിന്റെ ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്യുന്നു. ലേബൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ഓരോ കാര്യത്തിലും, പാക്കേജിങ്ങിലും ബ്രാൻഡിങ്ങിലും, ഇതിന്റെ എല്ലാം ഫങ്ഷൻസ് മീനിങ്ഫുൾ ആക്കുന്നത് നല്ല രീതിയിലുള്ള ലേബലിംഗ് വരുമ്പോഴാണ്. ഓക്കെ, മെയിൻ ആയിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3-4 ഫങ്ഷൻസ് ഉണ്ട്. ഇതിൽ ഒന്നാമത്തെ ഫങ്ഷൻസ് ആണ് ഒരു പ്രോഡക്റ്റിന് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് തരിക എന്നുള്ളത്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ബയേഴ്സിന്, വാങ്ങിക്കുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ദെൻ പ്രോഡക്റ്റിന്റെ കണ്ടന്റുകൾ പ്രോപ്പറായിട്ട് സ്പെസിഫൈ ചെയ്യാന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ലേബലിംഗിന്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അതേഴ്സ് ഫങ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. ബയേഴ്സിന് ഈസി ആയിട്ട് പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഗ്രേഡിംഗ് അല്ലെങ്കിൽ ലേബലിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഗ്രേഡ്, ബി ഗ്രേഡ് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പോലെ ഓരോ പ്രോഡക്റ്റിനും നമുക്ക് ഗ്രേഡിംഗ് നടത്താറുണ്ട്. സോ നമുക്ക് ഈ ലേബലിംഗിന്റെ സ്ഥലത്ത് അത് അവർ എഴുതി വെച്ചിരിക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നല്ല ബ്രാൻഡുകൾക്കൊക്കെ ഏകദേശം ഒരേ പ്രൈസ് ആയിരിക്കും, അത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരേ വിലയിൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടും സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടും നല്ലൊരു ടൂളായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്.
ദെൻ ഒരു ലോ റിക്വയർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷൻസും, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ലേബലിംഗിൽ ഉണ്ടായിരിക്കും. ഇനി എന്തൊക്കെയാണ് ഒരു ഗുഡ് ലേബലിന്റെ എസെൻഷ്യൽസ് എന്ന് നോക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ആരാണ് ആ പ്രോഡക്റ്റിന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡീലർ, അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഗ്രോസ് നെറ്റ് ക്വാളിറ്റി ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ആ പ്രോഡക്റ്റിന്റെ സൈസ്, കളർ, വാട്ട് ഈസ് ദ അപ്പിയറൻസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്, ഇതെല്ലാം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കും. പിന്നെ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് ആ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻസ്, പിന്നെ എന്താണ് അതിന്റെ പാക്കിംഗ് എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ്, പിന്നെ മാക്സിമം അതിന്റെ റീറ്റെയിൽ പ്രൈസ് എത്രയാണ്, ഇൻക്ലൂഡിങ് ടാക്സ് വന്നിട്ട് എത്രയാണ് പ്രൈസ് എന്നുള്ളതും അതിലുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പാക്കേജിങ് നോക്കി, ലേബലിംഗ് നോക്കി, ഇനി പ്രൈസിങ് ആണ്. പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ഒരു മണി അല്ലെങ്കിൽ ഒരു പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊരു വാല്യൂവിലായിരിക്കും നമ്മൾ ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഗുഡ്സിന്റെ അല്ലെങ്കിൽ സർവീസസിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ശരിക്കും പ്രൈസിങ് കൺസിഡേർഡ് ആസ് എ റെഗുലേറ്റർ ഓഫ് ദി ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് എഫക്റ്റീവ് കോമ്പറ്റീറ്റീവ് വെപ്പൺ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് വെപ്പൺ തന്നെയാണ് പ്രൈസിങ്. പ്രൈസിങ് നോക്കിയാണ് പല ആളുകളും പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടയോ, വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്, ഹൗ ക്യാൻ വി ബൈ ദാറ്റ് പ്രോഡക്റ്റ്, ക്യാൻ വി റെഗുലർലി ബൈ ദാറ്റ് പ്രോഡക്റ്റ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ ദാറ്റ് ഈസ് പ്രൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്തൊക്കെ ഫങ്ഷൻസ് ആണ് യൂഷ്വലി പ്രൈസിങ് ചെയ്യാറുള്ളത് എന്നുള്ളത്. പ്രൈസിങ് എന്ന് പറയുന്നത് മിനിമം പ്രോഫിറ്റ് ടു ഓണേഴ്സ്. പ്രൈസിങ് എപ്പോഴും ഒരു ഓണേഴ്സിന്, അതായത് പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകൾക്ക് ഒരു മിനിമം പ്രോഫിറ്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കും എപ്പോഴും ഫിക്സ് ചെയ്യപ്പെടുക. പ്രൈസിങ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്രോഡക്റ്റിന്റെ കോസ്റ്റ് മാനുഫാക്ചർക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഫിക്സ് ചെയ്യപ്പെടുക. പ്രൈസിങ് എപ്പോഴും കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഫിക്സ് ചെയ്യപ്പെടുക. അതേപോലെ തന്നെ പ്രൈസിങ് എന്ന് പറയുന്നത് ഷുഡ് ബി അട്രാക്റ്റീവ് ആൻഡ് കേപ്പബിൾ ഓഫ് ഇൻക്രീസിങ് ഡിമാൻഡ്. ആ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ, ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുക? ഒന്നാമത്തത് പ്രൈസിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആണ്. പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ ഒബ്ജക്റ്റീവ് ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഫേംസിനും ഓരോ എയിം ഉണ്ടായിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സാധനത്തിന്റെ, അത് അവരുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ തീരുമാനിക്കുന്നത്. പല തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഫേമിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എന്താണെന്ന് കണ്ടെത്തി നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എടുക്കുന്നു. ഇപ്പൊ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ലെവൽ ഓഫ് പ്രോഫിറ്റിൽ എത്തണം, അല്ലെങ്കിൽ ഇത്ര ടാർഗറ്റഡ് സെയിൽസ് എത്തണം, അല്ലെങ്കിൽ എനിക്ക് മാർക്കറ്റിൽ ഇത്ര ഷെയർ വേണം. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ ഒബ്ജക്റ്റീവ് നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസിങ് തീരുമാനിക്കുന്നത്. പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് മസ്റ്റ് ബി ഇൻ ലൈൻ വിത്ത് ദ ഫേംസ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്. ഉറപ്പായിട്ടും ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഫേമിന്റെ പ്രൈസിങ് എങ്ങനെ വരണം, അതിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ചായിരിക്കണം അത് തീരുമാനിക്കേണ്ടത്. രണ്ടാമത്തേതാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഒരുപാട് പണത്തിനാണ്, നമ്മൾ ആ പണം കിട്ടുന്ന രീതിയിലല്ല പ്രൈസ് ചെയ്യുന്നെങ്കിൽ അതിലൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ ചെലവും അതിന്റെ വിലയും ശരിക്കും രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പ്രൈസ് എപ്പോഴും മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റും നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലും പ്രോഡക്റ്റിന് നല്ല ഫെയർ റിട്ടേൺ കിട്ടുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സിനും ഭാവിയിലേക്ക് കോസ്റ്റ് കവർ ചെയ്യാതെ മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കത്തില്ല. കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിക്സഡ് കോസ്റ്റുകളുമുണ്ട്, വേരിയബിൾ കോസ്റ്റുകളും ഉണ്ട്. ഇമ്പാക്ട് ഓഫ് ദീസ് ടു കോസ്റ്റസ് ഷുഡ് ബി കൺസിഡർഡ് വൈ ടേക്കിംഗ് പ്രൈസിംഗ് ഡിസിഷൻസ്. എപ്പോഴും ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കും ഭാവിയിൽ. സോ ഈ രണ്ട് കോസ്റ്റുകളുടെയും ഇമ്പോർട്ടൻസ് പ്രൈസിങ് ചെയ്യുന്ന സമയത്ത് ഡിസൈഡ് ചെയ്യാറുണ്ട്, പല രീതിയിൽ അത് കൺസിഡർ ചെയ്യാറുണ്ട്. മൂന്നാമത്തേതാണ് യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്. യൂട്ടിലിറ്റി പ്രൊവൈഡഡ് ബൈ ദ പ്രോഡക്റ്റ് ആൻഡ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് സെറ്റ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ പ്രൈസ് വിച്ച് ബയർ ഈസ് വില്ലിംഗ് ടു പേ. അതായത്
എന്താണ് ആ പ്രോഡക്റ്റിന്റെ ആവശ്യകത, കസ്റ്റമേഴ്സിന് എത്രത്തോളം ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കണം ഏതുവരെ ഇതിന്റെ വില പോകാം എന്ന് തീരുമാനിക്കുന്നത്. ആ വിലയിൽ ബയർ ഇത് വാങ്ങിക്കണ്ടേ. സോ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിമാൻഡ് അനുസരിച്ച്, ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര വേണമെങ്കിലും വലിയും, അത് എത്ര ഭയങ്കര ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഹൈ പ്രൈസ് വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അല്ല, വേറൊരു രീതിയിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് അത്ര ഇല്ല, അപ്പൊ നമുക്ക് ഹൈ പ്രൈസസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ കൂടെയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഹൈ പ്രൈസസ് ഫിക്സ് ചെയ്യണമെന്നില്ല. സോ പിന്നെ ഉള്ളതാണ് കോമ്പറ്റീഷൻ. പ്രൈസസ് എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് അവരുടെ പ്രൈസിങ് ഡിസിഷൻസിലെ കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, മാരുതി ഉദ്യോഗ് ഹാസ് ടു ഡിസൈഡ് ദ പ്രൈസ് ഓഫ് സെൻ and Alto cars keeping a view competitive brands like Sandro, Indica and Polio. അപ്പം ലൈക്ക് ഇവിടെ കുറച്ച് കാർ ബ്രാൻഡ്സിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതായത് ഒരേ രീതിയിൽ ഒരേ ഫീച്ചേഴ്സ് കൊടുക്കുന്ന കാറുകളാണ്, പക്ഷെ ഒരു കാറിന് വില ഭയങ്കര കൂടുതലാണെങ്കിൽ ആളുകൾ മറ്റേ കാറെ ചൂസ് ചെയ്യത്തുള്ളൂ. സോ ഒരേ ഫീച്ചേഴ്സ് കൊടുക്കുന്ന കാറുകൾ കൂടുതലും പല രീതിയിൽ അവരുടേതായിട്ടുള്ള കാറിന്റെ വിലയിൽ നമ്മളൊന്ന് ഏകദേശം ആ രീതിയിൽ പ്രൈസിങ് ചെയ്യാനായിട്ട് നോക്കും. പിന്നെ ഉള്ളതാണ് ഗവൺമെന്റ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ്. പ്രൈസസ് ഓഫ് സർട്ടൺ പ്രൊഡക്ട്സ് ആർ റെഗുലേറ്റഡ് ബൈ ഗവൺമെന്റ്. അത് എപ്പോഴും അങ്ങനെയാണ്. ശരിക്കും ഷുഗർ, സിമെന്റ്, ചില ബേസിക് സാധനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഗവൺമെന്റ് പല രീതിയിൽ പ്രോഡക്റ്റിന്റെ എസെൻഷ്യൽ പ്രോഡക്റ്റുകളുടെ വിലകൾ, കാരണം ആളുകൾക്ക് എപ്പോഴും ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ്, അപ്പം അത് നമുക്ക് ഒരുപാട് കൂട്ടി വിൽക്കാനായിട്ട് പറ്റത്തില്ല. സോ അത്തരത്തില് പല രീതിയിൽ ആളുകൾ ഇത്തരത്തിലുള്ള നല്ല എസെൻഷ്യൽ സാധനങ്ങളുടെ വിലകൾ ഗവൺമെന്റ് പല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ്. പ്രൈസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് മാർക്കറ്റിംഗിൽ. ബിക്കോസ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിലും സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകളാണെങ്കിലും ഓരോ എമൗണ്ട് എത്രയാണ് അഡ്വർടൈസിന് കൊടുക്കുന്നതാണെങ്കിലും ക്വാളിറ്റി, ഒരു സെയിൽസ്മാന്റെ ക്വാളിറ്റി ആണെങ്കിലും കസ്റ്റമർ സർവീസ് ആണെങ്കിലും ഇതെല്ലാം മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് പ്രൈസിങ്. ഇപ്പൊ ഭയങ്കര വില കൂടിയൊരു സാധനം എങ്ങനെയാണ് ഒരു സെയിൽസ്മാന് ഒരു കസ്റ്റമറെ കൺവീൻസ് ചെയ്ത് വിൽക്കാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കത്തില്ല. സോ അത്രയും ഇമ്പോർട്ടൻസ് അതിനുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് പ്ലേസ്. 4 P'സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പി ആയിട്ടുള്ള പ്ലേസിനെ കുറിച്ചാണ്. പ്ലേസ് എന്ന് പറയുമ്പം മാർക്കറ്റിംഗ് മിക്സില് പ്ലേസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട്. പ്രോഡക്ട്സുകൾ എവിടെയാണ് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളത്, അതാണല്ലോ പ്ലേസ് എന്ന് പറയുന്നത്. മേക്കിംഗ് പ്രൊഡക്ട്സ് അവൈലബിൾ ടു കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് പ്രൊഡക്ട്സ് അവൈലബിൾ ആക്കി കൊടുക്കുന്ന ആ ഒരു ടേമിന് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ശരിക്കും ഫിസിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടേം ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ഫിസിക്കൽ ഹാൻഡിലിംഗ്, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫിസിക്കലി ഹാൻഡിൽ ചെയ്യുന്ന, ഡയറക്ട്ലി റൈറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ ഇൻ റൈറ്റ് കണ്ടീഷനിൽ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ നമ്മുടെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് കൃത്യമായിട്ടുള്ള ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ്, അതായത് പ്രൊഡക്ഷന് എവിടെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അങ്ങോട്ട് എത്തിക്കുന്നു. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ്സ് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. അത് നമുക്കറിയാം. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, മെറ്റീരിയൽ ഹാൻഡിലിംഗ്, അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോൾ. ഇനി എന്തൊക്കെ എലമെന്റ്സ് ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻസിലുള്ളത്? ഒന്നാമത്തത് ഓർഡർ പ്രോസസ്സിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ? എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഓർഡേഴ്സ് എന്ന് നോക്കും. റെസീപ്റ്റ് ഓഫ് ഓർഡേഴ്സ്, അതിനനുസരിച്ച് ഗുഡ്സ് അറേഞ്ച് ചെയ്യും. പേയ്മെന്റ് കിട്ടുന്നതനുസരിച്ച് ഗുഡ്സ് അറേഞ്ച് ചെയ്യും. സ്പീഡി ആൻഡ് അക്യുറേറ്റ് ഓർഡർ പ്രോസസ്സിംഗ് ഇൻക്രീസസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെയിൽ. ഇപ്പം നമ്മളൊരു സാധനം പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അത് ആക്യുറേറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് അവർക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കും, ആ സെയിൽ നടത്തി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അതിനനുസരിച്ച് സാറ്റിസ്ഫൈഡ് ആവും. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. ഗുഡ്സ്, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഒരു പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ഇന്ന പോയിന്റ് ഓഫ് സെയിലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ക്യാരി ചെയ്യുന്നതിനാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് പ്ലേസ് യൂട്ടിലിറ്റിനെ കവർ ചെയ്യുന്നുണ്ട്. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റോഡ്, റെയിൽ, എയർ, വാട്ടർ കൂടിയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈച്ച് ഓഫ് ദ മോഡ്സ് ഹാസ് ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്.
in matters of speed, dependability, cost, capacity, availability, etc. പല മോഡ്സും നമ്മളിപ്പോൾ അറിയാം, ഞാൻ ഇത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഓരോ പ്രോഡക്റ്റ് എങ്ങനെ എത്തിക്കണം എന്നുള്ള രീതിയിലായിരിക്കും. അതിന്റെ കോസ്റ്റ് ഒക്കെ നോക്കി ഏത് സ്പീഡിൽ എത്തിക്കണം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് വെയർഹൗസിങ്. വെയർഹൗസിങ് എന്താണ്? കൃത്യമായിട്ട് പ്രോഡക്ട്സ് സോർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് പ്രോഡക്ട്സിനെ സേഫ് ആയിട്ട് ഒരു ടൈം യൂട്ടിലിറ്റി, അതായത് നമുക്ക് ഏത് ടൈമിലാണോ വേണ്ടത് അതുവരെ നമുക്ക് വെയർഹൗസിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ സൂക്ഷിക്കാം. വെയർഹൗസിങ് enables the firm to adjust the supply of goods to when it creates demand. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഡക്റ്റ്സ് കൊടുത്താൽ മതി. സോ വെയർഹൗസിങ് എപ്പോഴും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. വെയർഹൗസിങ് എപ്പോഴും ഡിസിഷൻസ് എടുക്കാൻ ലൊക്കേഷൻ ഓഫ് വെയർഹൗസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടൈപ്പ് ഓഫ് വെയർഹൗസ് എടുക്കണം, ഏത് ലൊക്കേഷൻ എടുക്കണം എന്നൊക്കെ ഉള്ളത് ഓരോ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺ വെയർഹൗസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റെന്റഡ് വെയർഹൗസിൽ പോവാം. വെയർഹൗസിംഗ് കൂടെയാണ് നമുക്ക് റെഗുലർ ആയിട്ട് ഡിമാൻഡിനനുസരിച്ച് പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ പ്രൈസ് സ്റ്റേബിൾ ആകുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് പറ്റുന്നതും. ഇതാണ് റെഗുലർ ആയിട്ടുള്ള സപ്ലൈ ഓഫ് ഗുഡ്സിനെ എൻഷുർ ചെയ്യുന്നത്. പിന്നെയുള്ള ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ പാർട്ടാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതൊക്കെ എടുത്ത് വെക്കുന്ന സ്റ്റോക്കിനെ, അതിന്റെ ഗ്രൂപ്പിനെയാണ് ഇൻവെന്ററി. ആ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, സെയിൽസിന്റെ ലോസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇൻവെന്ററി കൺട്രോൾ ഇംപ്ലൈസ് കൺട്രോൾ ദ സൈസ് ഓഫ് ഇൻവെന്ററി. ഇതിങ്ങനെ കുന്നുകൂടി വരാതെ കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ആവശ്യമുള്ള സ്റ്റോക്ക് വിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മിനിമൽ ആയ അത് റീസ്റ്റോക്ക് ചെയ്യുക. ഇതൊക്കെ ഇൻവെന്ററി കൺട്രോളിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡിസൈഡ് ചെയ്യേണ്ടത് എത്ര ഐറ്റംസ് ആണ് ഒരു സ്റ്റോക്കിൽ വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം. അതാണ് ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ നല്ല രീതിയിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക, അഡിക്വേറ്റ് സ്റ്റോക്ക് ടൈം ടു ടൈം നമ്മൾ എത്തിക്കുക. ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ABC അനാലിസിസ്, ജസ്റ്റ് ഇൻ ടൈം അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ഇൻവെന്ററി കൺട്രോളിന്റെ ടെക്നിക്കുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പഠിക്കാനൊക്കെ ഫ്യൂച്ചറിൽ വരും. ഇനി നമ്മൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തേത് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പാത്താണ്. പ്രോഡക്ട്സ് ഒരു പ്ലേസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും അൾട്ടിമേറ്റ് കൺസംഷനിലേക്ക് എത്തിച്ചേരുന്ന പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കസ്റ്റമർ. ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ആണ്, പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള ലിങ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയിലുള്ള പ്ലേസ്, ടൈം, യൂട്ടിലിറ്റികൾ സേഫ് ആയിട്ട് എടുത്തു വെക്കാനും നല്ല രീതിയിൽ പോയിന്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസംഷനിലേക്ക് എത്തുമ്പോൾ നല്ല ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Potential buyers scattered over a wide geographical area. In order to contact these people, the service of intermediaries is essential. Such intermediaries may be wholesaler, retailer or agents. അതായത് ഇവിടെ ചെറിയൊരു പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ട നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കേണ്ട ആൾക്കാർ പല ജിയോഗ്രഫിക്കൽ ഏരിയാസിലായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. സോ അവരേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഇന്റർമീഡിയറീസ് വേണം. അങ്ങനെയുള്ള ഇന്റർമീഡിയറ്റ്സിനെയാണ് നമ്മൾ ഹോൾസെയിലർ, റീറ്റെയിലർ അല്ലെങ്കിൽ ഏജൻസ് എന്നൊക്കെ വിളിക്കുന്നത്. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇത് വേറൊന്നുമില്ല, ടിപ്പിക്കൽ ആയിട്ടുള്ള ബയർ സെല്ലർ റിലേഷൻഷിപ്പിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. വലിയ നല്ല ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് സ്പീഡി ആയിട്ട് ഓരോ ഓർഡറുകൾ എടുക്കുകയും നല്ല രീതിയിൽ ഗുഡ്സ് കസ്റ്റമേഴ്സിന് എത്തിക്കുകയും കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അത് സ്പെസിഫൈ ചെയ്ത് എത്തിക്കുകയും ചെയ്യും. അതാണ് ഓർഡർ പ്രോസസ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ട്രാൻസ്പോർട്ടേഷൻ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് മറ്റൊരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് പോയിന്റ് ഓഫ് സെയിലിലേക്ക് എത്തിക്കുന്നതിനെയാണ്. ഫിസിക്കലി അതിനെ അവൈലബിൾ ആക്കണം, സെയിൽസ് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് പറയുന്നത്. ശരിക്കും കോസ്റ്റ് ഓഫ് വെയർ ഹൗസിംഗും thus the firm has to strike a balance between cost of warehouse and level of customer service. രണ്ടിന്റെയും ഒരു നമ്മൾ ഈ ഇതെല്ലാം സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസിന്റെ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻവെന്ററി
സേഫ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും നല്ല രീതിയിൽ സെയിൽസ് നടക്കാനും സാധിക്കത്തുള്ളൂ. Then inventory control. Important decisions inventory control നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഓർഡർ ക്വാണ്ടിറ്റി ജസ്റ്റ് ഇൻ ടൈം ടൈപ്പ് ഓഫ് ടെക്നിക്സുകളുണ്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഹൈ ലെവൽ ഓഫ് ഇൻവെന്ററി ആണെങ്കിൽ higher will be the level of service to customers, but the cost of carrying inventory will be also high because lot of capital would be tied up in the stock. അതായത് നല്ല ഇൻവെന്ററി കൊണ്ട് നമുക്കെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് വെക്കണം നമ്മൾ ആ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ഒരു രീതിയിൽ നല്ല രീതിയിൽ സെയിൽസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സർവീസ് ഓഫ് കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും സ്റ്റോക്കിൽ സാധനം വെക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ വേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് പി ആണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് മാർക്കറ്റിംഗ് മിക്സിലെ പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കുക, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സിനെ കൊണ്ട് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക, സർവീസ് നന്നായിട്ട് കൊടുത്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം. ഇതിനകത്ത് പല രീതിയിൽ സെയിൽസ് കൂട്ടാനുള്ള ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. പ്രൊമോഷൻ മിക്സിനകത്ത് കുറെ പ്രൊമോഷൻ ടൂൾസ് മിക്സ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്സ് നന്നായിട്ട് ആക്കി കൊടുക്കുക. പല എലമെന്റ്സുകളുണ്ട്. അഡ്വർടൈസിങ് ചെയ്യുക, പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പ്, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസിങ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ മിക്സ് അല്ലെങ്കിൽ പ്രൊമോഷൻ ടൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ അഡ്വർടൈസിങ് ആണ്. അഡ്വർടൈസിങ് ആണ് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൊമോഷന്റെ ഭാഗം. ഇത് നോൺ പേഴ്സണൽ ആണ്. ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പേഴ്സണൽ ആയിട്ട് അല്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനറിക് ആയിട്ട് ഒരു അഡ്വർടൈസ്മെന്റിൽ കൂടെ ഒരു മെസ്സേജ് ലാർജ് നമ്പർ ഓഫ് പീപ്പിളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നു. ലിറ്റിൽ ഫീൽഡിന്റെ അഡ്വർടൈസിംഗിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അഡ്വർടൈസിംഗ് ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇന്റൻഡഡ് ടു പെർസ്യൂഡ് ബയേഴ്സ് ആസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അഡ്വർടൈസിംഗിനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ഇത് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത്. ഇത് വളരെ മാസ്സായിട്ട് നോൺ പേഴ്സണൽ ആയിട്ട് ലാർജ് ഗ്രൂപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന തരത്തിലുള്ള അഡ്വർടൈസിംഗ് ആണ് ഈ പറഞ്ഞിട്ടുള്ള അഡ്വർടൈസിംഗിന്റെ ഒരു വലിയ ഫീച്ചറാണ് നോൺ പേഴ്സണൽ ആണെന്നുള്ളത്. കാരണം എന്താണ്, ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് എത്തിക്കുന്നു. അതായത് അഡ്വർടൈസ് ചെയ്യുന്ന അഡ്വർടൈസറിന് അവരുടെ പബ്ലിക്കുമായിട്ടോ കസ്റ്റമേഴ്സുമായിട്ടോ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കത്തില്ല. അവർ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതാണ് പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് കൊമേഴ്ഷ്യൽ ഇൻ നേച്ചർ, പെയ്ഡ് ഫോമിൽ കൊടുക്കുന്നുണ്ട്. അഡ്വർടൈസർ ഹാസ് ടു പേ ടു ദ അഡ്വർടൈസിംഗ് മീഡിയ ഫോർ ദ സ്പേസ് or time used to communicate the message to customers. ഇപ്പം നിങ്ങൾക്ക് അറിയാം, പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കണമെങ്കിൽ ഇത്ര കോളത്തിന് ഇത്ര രൂപ, അല്ലെങ്കിൽ ടി വിയിൽ ഇത്ര സെക്കൻഡ്സിന് ഇത്ര രൂപ എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്, അഡ്വർടൈസിങ്ങിൻ്റെ ഫീച്ചറാണ്. നമ്മളത് കാണിക്കണമെങ്കിൽ അതിന് പേയ്മെൻറ്റ് കൊടുക്കണം. ദെൻ തേർഡ് ഐഡൻറ്റിഫൈഡ് സ്പോൺസർ എന്നുള്ളതാണ്. അഡ്വർടൈസിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതിനൊരു സ്പോൺസറിങ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു അഡ്വർടൈസർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻസും ഐഡിയാസും ആയിരിക്കും നമുക്ക് അഡ്വർടൈസ്മെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്ത് മുന്നോട്ട് വെച്ച് തരുന്നത്. എന്തൊക്കെയാണ് അഡ്വർടൈസിങ്ങിന്റെ മെറിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അഡ്വർടൈസിങ് എപ്പോഴും പ്രോഡക്ട്സിന്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി ഡിമാൻഡ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അഡ്വർടൈസിങ് എപ്പോഴും പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാനും നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ വൈഡ് ആക്കാനും സഹായിക്കുന്നു. അഡ്വർടൈസിങ് എപ്പോഴും നല്ല ഇമേജ്, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം നല്ല റെപ്യൂട്ടേഷൻ, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അഡ്വർടൈസിങ് ഈസി ആയിട്ട് സെയിൽസ്മാന് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. അഡ്വർടൈസിങ് കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പല രീതിയിൽ കുറയ്ക്കാനും, അതെങ്ങനെ കുറയ്ക്കുന്നത്, നല്ല രീതിയിൽ പ്രോഡക്റ്റ് പോപ്പുലർ ആക്കി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അഡ്വർടൈസിങ് എപ്പോഴും ലാർജ് സ്കെയിലിലുള്ള പ്രൊഡക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അത് നല്ല രീതിയിലുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കസ്റ്റമേഴ്സിന് എന്താണ് ബെനിഫിറ്റ്സ് അഡ്വർടൈസിങ് കിട്ടുന്നത് കൊണ്ട്? ഓഫ് കോഴ്സ് അഡ്വർടൈസിങ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ഏത് പ്രോഡക്റ്റ് വാങ്ങണമെന്നും പർച്ചേസ് ചെയ്യണമെന്നും തീരുമാനിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ടൈമും എഫേർട്ടും കുറച്ചു തരുന്നുണ്ട്. എപ്പോഴും ഇറ്റ് എഡ്യൂക്കേറ്റ്സ് കസ്റ്റമേഴ്സ്.
നല്ല രീതിയിൽ ഗുഡ്സ് എങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. എപ്പോഴും പ്രൊഡ്യൂസറിനെ നല്ല സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യുന്നുണ്ട്. അഡ്വർടൈസിങ് എപ്പോഴും ആ കസ്റ്റമറിനെ മാനുഫാക്ചറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിഡിൽ മാനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസ്മെന്റ് നല്ല രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഒരു സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാനായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസിംഗ് മെമ്പേഴ്സിനെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഡിഫക്റ്റുകൾ നോക്കാം അഡ്വർടൈസിംഗിന്റെ. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് ഇത് എത്തിക്കുക, അവർക്ക് വേണോ വേണ്ടയോ എന്നുള്ളതൊന്നും നോക്കുന്നില്ല, അവരെ ഫോഴ്സ്ഫുള്ളി അത് വാങ്ങിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ശരിക്കും അഡ്വർടൈസിംഗ് ആളുകളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അഡ്വർടൈസിംഗ് കൂടുതൽ ചെയ്യും തോറും നമ്മുടെ പ്രോഡക്റ്റിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. കാരണം അവർ ഇതിന്റെ ഒരു അംശം, അവർ എത്ര അഡ്വർടൈസിംഗ് ചെയ്യാൻ പേയ്മെന്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒരു അംശം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ ആഡ് ആക്കിക്കൊണ്ടിരിക്കും. അഡ്വർടൈസിംഗിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണോന്നില്ല. അതായത് ഒരു ഫോൾസ് ആയിട്ട് കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യുന്നതിനായിട്ട് മുന്നോട്ട് നയിക്കാറുണ്ട്. കുറെ അഡ്വർടൈസ്മെന്റ് വളരെ ഇറലവന്റ് ആണ്, ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതിൽ കുത്തി നിറച്ചിട്ടുള്ളത്. ബാഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ബാഡ് ടേസ്റ്റും പല രീതിയിലുള്ള ബാഡ് തരത്തിലുള്ള സ്പോൺസർഷിപ്പും അവിടെ നടക്കാറുണ്ട്. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രൂസീവ് ആണ്. അതായത് അതൊരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ കുറെ പൈസയുള്ളവർ കുറെ അഡ്വർടൈസിംഗ് ചെയ്ത ആളുകളെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. അപ്പൊ അവിടെ കുറെ മൊണോപ്പൊളി നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അഡ്വർടൈസിംഗ് എപ്പോഴും പബ്ലിക് ഇഷ്യൂവിനെ എഫക്ട് ചെയ്യുന്ന, അതായത് അഡ്വർടൈസിംഗ് റെഗുലേറ്റ് ഡിസ്കഷൻസ് ഓഫ് പബ്ലിക് ഇഷ്യൂ ത്രൂ ഇറ്റ്സ് കൺട്രോൾ ഓഫ് ന്യൂസ് മീഡിയ. പല രീതിയിൽ ന്യൂസിനെ വളച്ചൊടിച്ച് അതിനെ ഉപയോഗിക്കാറുണ്ട്. അഡ്വർടൈസിംഗ് എപ്പോഴും റാഷണൽ ആവാതെ ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ബിസിനസ്മാൻ്റെ ഇടയിൽ കൊണ്ടുവരാറുണ്ട്. എക്കണോമിക്കലി അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് വേസ്റ്റ് ആയിട്ട് മാറാറുണ്ട്. കാരണം അഡ്വർടൈസ്മെന്റ് എപ്പോഴും കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ എടുത്ത് അതിനെ ഒരു ബാഡ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് അഡ്വർടൈസ്മെന്റിന്റെ ഒരു ഡിഫക്റ്റുകളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്.